ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ കവറുകൾ കാണും. ഇതെങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടെ വയ്ക്കും? അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു പരിഹാരം. അപ്പോൾ നമ്മളിതാ ഒരു കവർ എടുത്തു, അതിൻ്റെ സൈഡുകളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ നീളത്തിൽ ഒരു വശത്തോട്ട് മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഇങ്ങനെ കോണ് പോലെ നമ്മൾ മടക്കി മണ്ടയ്ക്കോട്ട് മടക്കി വെക്കണം. ഇതുപോലെ മണ്ടയ്ക്കോട്ട് വരുമ്പോൾ നമ്മൾ ആ കയ്യിൽ ഹാങ് ചെയ്യുന്ന ഭാഗമില്ലേ, പിടിക്കുന്ന ഭാഗം അതിൽ ഒരു സെക്ഷൻ ആക്കിയിട്ട് അത് അതിൻ്റെ അകത്തോട്ട് കയറ്റി ഇൻസേർട്ട് ചെയ്ത് അകത്ത് വെക്കുക. എന്നിട്ട് കൈ രണ്ട് സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എയറൊക്കെ മാറുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടാണെങ്കിൽ കവറുകളൊക്കെ എടുത്ത് എവിടെയെങ്കിലും എറിയുകയോ ഇതെവിടെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ആർക്കും ശല്യമില്ലാതെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും നമ്മുടെ കയ്യിലുള്ളത് വലിച്ചെറിയാതെ ഇതുപോലെ സൂക്ഷിക്കുന്നത് പരിസ്ഥിതിക്കും നമുക്കും ഒക്കെ ഗുണകരമാണ്. അപ്പോൾ നമുക്കും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ പെട്ടെന്ന് കവറുകൾ തപ്പി നടക്കാതെ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇതുപോലെ ഒരുപാട് കവറുകൾ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. അതിന് സൈസ് ഒരു പ്രശ്നമല്ല. ചെറുതും വലുതുമായ എല്ലാ കവറുകളും ഇതുപോലെ നമ്മൾ മടക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കും ഉപയോഗമാണ്. ഇതൊരു നമുക്ക് എവിടെയാണോ സൂക്ഷിക്കാൻ പറ്റുന്നത് അതുപോലെ അടുക്കി വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ആർക്കും ഒരു ശല്യമില്ലാതെ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.